റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടും ചെറുകുന്ന് കട്ടക്കുളം 4-1 റോഡിന്റെ അവസ്ഥ പഴയപടി തന്നെ. വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കുകയാണ്. ചെറുകുന്ന് കട്ടക്കുളം പ്രദേശത്തുകാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് അടുത്തെത്തുന്ന റോഡ് കൂടിയാണിത്. എന്നാൽ ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ നടുവൊടിയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ടാറിംഗ് പൂർണ്ണമായും ഇളകിയ അവസ്ഥയാണ്. നിലവിൽ കുറച്ച് കല്ലുകൾ മാത്രമാണ് റോഡിൽ ബാക്കി കിടക്കുന്നത്. മഴക്കാലത്ത് പ്രയാസം ഇരട്ടിക്കും. റോഡിനെ ആശ്രയിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. കോപ്പർന്ന് ഉള്ളിലെ കട്ടക്കുളം ഭാഗത്തേക്കും തെക്കുംപാട് ഭാഗത്തേക്കും വന്ന റോഡാണ്. ഇതിപ്പോൾ കുറേ കാലം ഇങ്ങനെ തന്നെ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറിയാൽ കൊണ്ടുപോയതാൻ തിരിച്ചറിയില്ല. ഇപ്പോൾ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അമ്മേനെ ഇരുത്തിയിട്ട് പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭയങ്കര കട്ടറായതുകൊണ്ട് നടുവെല്ലാം ഭയങ്കര വേദന എടുക്കും. സ്ഥിരമായിട്ട് വന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഇതാണ് പൊടി മാറിയിട്ട് പല ജലദോഷവും മറ്റേ അസുഖങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം ഇപ്പം തന്നെ കാണുന്നത് ഭയങ്കര താഴ്ചയിലൊക്കെ ഉണ്ടാകുന്നു. പലപ്പോഴും ബൈക്കിൽ പോകുമ്പോൾ സ്കിഡായി പോകുന്നുണ്ട് പലപ്പോഴും സമയത്തും. ഇതൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്. റോഡ് നവീകരണത്തിനായി കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 50 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചെങ്കിലും അറ്റകുറ്റപ്രവർത്തികളൊന്നും തന്നെ ഇതുവരെ നടന്നില്ല. മഴക്കാലത്ത് ചെളിക്കുളമാവുന്ന റോഡിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പ്രദേശത്തുകാർ പരാതി പറയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. റോഡിന്റെ അവസ്ഥ ഇങ്ങനെയായിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. റോഡിന്റെ അവസ്ഥയ്ക്ക് ഇനി എന്ന് പരിഹാരം കാണുമെന്ന ചോദ്യമാണ് ഇവിടുത്തുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.